ഹായ് മക്കളെ, അമീൻ സാറാണ്. നിങ്ങൾ തമ്പ് കണ്ടതുപോലെ ഇനി മുതൽ അസ്ത്ര ബാച്ചില്ല, അഥവാ നമ്മൾ അസ്ത്ര ബാച്ചിലേക്കുള്ള ജോയിൻ നിർത്താൻ വേണ്ടിയിട്ട് പോവാണ്. ഏകദേശം ഇനി ഒരാഴ്ച കൂടി നമ്മൾ മാക്സിമം ഉണ്ടാവുള്ളൂ, അതിനുള്ളിൽ നമ്മൾ നിർത്തുകയാണ്. മക്കളെ, ഒരു സന്തോഷ വാർത്ത നിങ്ങളൊക്കെ ഈ അടുത്ത് വരുന്നുണ്ട്. ഒരു കിടിലമായിട്ടുള്ള ഒരു ലൈവ് സെക്ഷൻ ഞങ്ങൾ വെക്കുന്നുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം മക്കളെ. നിങ്ങൾ ഒരുപാട് മക്കൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, സാർ എങ്ങനെയാണ് 10ലേക്ക് അഡ്മിഷൻ എടുക്കുക, 10ലേക്ക് എത്ര വരെ പോകാം, ലാസ്റ്റ് അഡ്മിഷൻ എടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന മക്കളുണ്ട്. മക്കളെ, അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, ഇനി നമ്മൾ അസ്ത്ര ബാച്ച് എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അസ്ത്ര 2 ഉണ്ടോ എന്നുള്ള തീരുമാനമായിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ മക്കളോട് പറയാനുള്ളത്, മക്കളെ എന്തിനാണ് അസ്ത്ര ബാച്ച് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് തെളിവ് കാണിച്ചു തരാം. മക്കൾ അസ്ത്ര ബാച്ചിൽ പഠിച്ച മക്കളോ അല്ലെങ്കിൽ നിഞ്ച ബാച്ചിൽ പഠിച്ച മക്കളുണ്ടെങ്കിൽ മക്കൾ എല്ലാവരും ഒരു കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് എന്തായിരുന്നു അസ്ത്ര ബാച്ച് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. മക്കൾ വേണമെങ്കിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് അവിടെ താഴത്ത് വന്ന കമൻറ്റുകളൊക്കെ നോക്കുക. ഒരുപാട് കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അസ്ത്ര ബാച്ച് എങ്ങനെയുണ്ട്, അസ്ത്ര ബാച്ചിൽ ഓരോ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടെന്നുള്ളത്. മക്കളെ, പ്രത്യേകിച്ച് ഈ പ്രാവശ്യം 10ാം ക്ലാസ്സിൽ ബുക്ക് മാറിയിരിക്കുക. ബുക്ക് എന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് വരുന്ന ഒരു പാർട്ട് പറഞ്ഞാൽ സോഷ്യൽ സയൻസ് ആണ്. നിങ്ങൾക്കറിയാം, ഞാൻ സോഷ്യൽ സയൻസ് എടുക്കാറുള്ളത്. ആ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ്ലി ബുക്ക് മാറിയിരിക്കുകയാണ്. ഒരു കാര്യമുണ്ട് മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 10ാം ക്ലാസ്സിലെ ബുക്കിൽ ആകെ ആദ്യത്തെ ചാപ്റ്ററിൽ 100 പേജുകളുള്ളത്. അത് കഴിഞ്ഞ പ്രാവശ്യം 80 പേജാണെങ്കിൽ ഈ പ്രാവശ്യം 100 പേജ് ആയിട്ടുണ്ട്. 20 പേജുകൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല 5 ചാപ്റ്റർ ഉണ്ട്. ആ 5ൽ 4 ചാപ്റ്ററും ഈ ഓൺ എക്സാമിനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, ഓൺ എക്സാം അല്ലേ മക്കളെ? ഓൺ എക്സാം അധികം ഉണ്ടാവില്ല. ജൂലൈയിലോ ഓഗസ്റ്റിലോ നിങ്ങൾ ഓൺ എക്സാം വരാൻ വേണ്ടി പോവാണ്. കുറച്ച് സമയമേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കുക, ഈ ദിവസത്തിനുള്ളിൽ 4 ചാപ്റ്റർ കിടിലമാക്കി നിങ്ങൾ പഠിച്ചെടുക്കണം. അതും പുതിയ ബുക്ക്, പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇല്ല. എങ്ങനെ പഠിക്കും? ഈ സമയത്ത് നിങ്ങൾ ആലോചിച്ച് കേട്ടോ, നിങ്ങൾ ഇപ്പോഴും തുടങ്ങിയിട്ടില്ലെങ്കിൽ ഞങ്ങളൊരു മക്കൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു, ബേസിക് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു, എല്ലാം അടിപൊളിയാക്കി മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ അവസാനത്തെ ഈ ഓൺ എക്സാമോ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് വെക്കും. ആ പാരൻസ് മീറ്റിങ്ങിൽ മക്കളെ മാർക്കില്ലെങ്കിൽ നിങ്ങൾ പെട്ട്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളെ അച്ഛനും അമ്മയൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആദ്യത്തെ റിസൾട്ടാണ് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് റിസൾട്ടാണ്. മക്കൾ, ഒരു സീക്രട്ട് പറഞ്ഞുതരാം, നിങ്ങൾ എത്ര ആയാലും ആ എക്സാമിന് മാർക്ക് വാങ്ങിയിരിക്കണം. കാരണം ആ എക്സാമിന് നിങ്ങൾ മാർക്കില്ലെങ്കിൽ നിങ്ങളെ അച്ഛനും അമ്മയുടെ പ്രതീക്ഷ ആദ്യം നിങ്ങൾ കളിയാണ്. മക്കളെ, ഞാൻ ചോദിക്കട്ടെ, സത്യം പറയണം എൻ്റെ മക്കള്, ഞാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യലിൻ്റെ ബുക്കിൽ ഇപ്പോൾ ഫസ്റ്റത്തെ ചാപ്റ്റർക്ക് 7ാം ക്ലാസ്സിലുള്ള അതേ ചാപ്റ്ററുകൾ കുറേ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഹ്യൂമനിസം, മാനവികത, നിങ്ങൾ കേട്ട ഈ ദാന്തെ, പെട്രാക്ക്, ഡിവൈൻ കോമഡി എന്നൊക്കെ സാധനം കേട്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ ലിയോണാർഡോ ഡാവിഞ്ചി, മൊണാലിസ, ഈ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടല്ലേ 7ാം ക്ലാസ്സിലുള്ളത്? 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അടിപൊളി മക്കളേന്. സത്യം ചോദിക്കട്ടെടാ, ഈ 9ാം ക്ലാസ്സിൽ നിങ്ങൾ ആലോചിക്കട്ടോ, 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആദ്യത്തെ 1ാമത്തെ ചാപ്റ്റർ ഞങ്ങൾക്കൊക്കെ കുറച്ച് അറിയാം, മറ്റേ പാലിയോലിത്തിക് ഏജ്, മിസോലിത്തിക് ഏജ് ഒക്കെ. സെക്കൻഡ് ചാപ്റ്റർ ആയപ്പോൾ നിങ്ങൾ പിടുത്തം വിട്ടിട്ടുണ്ട്. ഇതേപോലെ 10ക്ക് പോയിട്ട് കാര്യമുണ്ടോ? ആ സമയത്ത് നിങ്ങൾ ആലോചിച്ച് വെക്കുക, നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പൈസക്ക് ഒരു ട്യൂഷൻ നൽകാൻ വേണ്ടി പോകുന്ന അസ്ത്ര ബാച്ചും കൂടി നിർത്തിയുള്ള അവസ്ഥ. കാരണം ഇനി അങ്ങോട്ടേക്ക് ഇല്ല. വെറും 4250 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് എല്ലാ ഫീസും കൂടി കേട്ടോ, എക്സാമിന് വേറെ ഫീസോ വേറെ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കൂടി നിങ്ങൾക്ക് 4250 രൂപക്ക് ഒരു ബാച്ച് തരാൻ വേണ്ടി പോവാ. മക്കളെ, ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കാണ് നഷ്ടം. മറക്കണ്ട, അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട്. ബാച്ചിലൊക്കെ ഒരുപാട് മക്കൾ കയറിയിട്ടുണ്ട്. നമ്മൾ സെറ്റാക്കി ക്ലാസ് മാറ്റാണ്. മക്കളെ, കേരളത്തിലെ ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് ഞങ്ങളങ്ങനെ പറയാനുള്ള കാരണം, കഴിഞ്ഞ പ്രാവശ്യം തന്നെ 22,000 32,000 മക്കളൊക്കെ പഠിപ്പിച്ച ബാച്ചാണ് ആ ബാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ബാച്ചിൽ അത്രത്തോളം മക്കൾ വരണമെങ്കിൽ അത് ഫാക്കൽറ്റീസ് അത്രത്തോളം അടിപൊളിയാണ്. മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ സോഷ്യലിനൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഇപ്പോൾ 1ാമത്തെ ചാപ്റ്റർ 26 പേജാണ്. ആ 26 പേജ് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ കഴിയുമോ? ആ സമയത്ത് അസ്ത്ര ബാച്ചിലെ മക്കൾക്ക് കൊടുക്കാൻ പോകുന്ന സാധനമാണ് ഇൻസ്റ്റാ ലേൺ എന്ന് പറഞ്ഞ സാധനം. ആ ഇൻസ്റ്റാ ലേൺ പഠിക്കുമ്പോൾ എന്താ അറിയോ, ഒരു ചാപ്റ്റർ ഒരു 1-2 പേജിൽ ഒരു ചാപ്റ്റർ മൊത്തം ഏറ്റവും ഷോർട്ടാക്കി നിങ്ങൾക്ക് പഠിപ്പിച്ചിടാൻ വേണ്ടി പോവാണ്. ഇതെല്ലാം ഒരുക്കി തരുന്ന ബാച്ചാണ് നമ്മൾ അസ്ത്ര ബാച്ച്. മക്കളെ, ഈ ബാച്ചിലേക്കുള്ള അവസാനത്തെ മറ്റേ സൈറൻ മുഴങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അവസാനത്തെ നിമിഷമാണ് മക്കളെ. താഴത്തെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ആ നമ്പറിൽ വേഗം വിളിക്കുക. വേറെ ഒന്നും നോക്കണ്ട മക്കളെ, ജോയിൻ ചെയ്തോ. അമീൻ സാർ ഗ്യാരണ്ടി, സൈലം ഗ്യാരണ്ടി, 100% നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഏറ്റവും മുതലാവാൻ പോകുന്ന ബാച്ച് അതായിരിക്കും മക്കളെ.